പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ വർഷം NMMS പരീക്ഷ എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷ ഉറപ്പായിട്ടും ഉണ്ടാകും. പലരും തെറ്റിക്കുന്ന ചോദ്യമാണ്. കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നിയാലും ഈ ഡെസിമലൊക്കെ വരുമ്പോൾ, ദശാംശ സംഖ്യകളൊക്കെ വരുമ്പോൾ പലർക്കും ശരിയാണ്, ശരി ഉത്തരം കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ പോരും. പക്ഷെ വീട്ടിൽ വന്ന് നമ്മളുടെ ആൻസർ കീയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആൻസർ തെറ്റിപ്പോയി. കാര്യം ഒരുപാട് തെറ്റ് വരാൻ സാധ്യതയുള്ള എങ്കിൽ എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. സാറ്റിലാണ് സാധാരണ ചോദിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റിൽ. സാറ്റിൽ ഉറപ്പായിട്ട് വരും, അല്ലെങ്കിൽ മാറ്റിലുണ്ടാകും. നമുക്ക് നോക്കാം എന്താണ് 0.12 × 0.6. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡെസിമലുണ്ട്, ഇവിടെയും ഡെസിമലുണ്ട്. ഇങ്ങനെ ഡെസിമലുള്ള ദശാംശം ഉള്ള സംഖ്യയാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന 12-ന് ഈ ദശാംശം നോക്കേണ്ട, ഡെസിമലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ 12 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്. ഈ 12ഉം 6ഉം കൂടെ ഗുണിക്കുക. 12 6 എന്ന് പറയുന്നത് 10 6 60 66 72 അല്ലേ. അതായത് 12-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 72 കിട്ടും. നമുക്ക് ആൻസർ കിട്ടിയോ? ഇല്ലല്ലോ. ഇവിടെ നോക്കുക, ഡെസിമൽ കഴിഞ്ഞ് ഇവിടെ 2 നമ്പറുകളുണ്ട്. കണ്ടോ, 1 2. ഇവിടെയാണെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് 6 ഒരു നമ്പറുണ്ട്. ഈ 2 നമ്പറിൻ്റെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 1 എത്രയാണ്? 3 അതായത് നമുക്ക് കിട്ടുന്ന ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞ് 3 നമ്പർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് 3 നമ്പർ ഉണ്ടാകണം. ഇവിടെ ഓൾറെഡി 2 നമ്പറുണ്ട്. അപ്പോൾ ഒരു നമ്പറും കൂടെ വേണ്ടേ? അത് നമുക്ക് ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇടുവോ 0, ഇവിടെ ഇടുവോ? ഒരിക്കലും അവസാനം 0 ഇടരുത്, ഫ്രണ്ടിലാണ് 0 ഇടേണ്ടത്. അല്ല, ഇപ്പോൾ 1 2 3 നമ്പർ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് ഡെസിമൽ ഇടാം. അതായത് നമുക്ക് ആൻസർ എത്ര കിട്ടി? 0.072 ആൻസർ കിട്ടി. കാര്യം നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് വരുമ്പോഴേ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങളുടെ അവിടെ ചോയ്സ് തരുന്ന ഓപ്ഷൻ തരുമ്പോൾ അവിടെ 72 എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 72 എന്നൊന്നും ആൻസർ എഴുതരുത്. ഇനി ഇവിടെ നോക്കുക, 0.104 × 3 അല്ലേ. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ 104-നെ നമ്മൾ എടുക്കുക, പോയിൻ്റ് വിട്ടേക്കുക. ഈ 104-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 104-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 3 4 12 3 1 3 അല്ലേ. 104-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 312 കിട്ടും. ശരിയാണോ? ഓക്കെ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ഇനി ഡെസിമൽ നോക്കണ്ടേ. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പറുണ്ട്? 1 2 3 നമ്പറുണ്ട്. ഇവിടെ ഡെസിമലൊന്നുമില്ല, അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 3 നമ്പറുണ്ട്. അതായത് നമ്മുടെ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞ് 3 നമ്പർ വേണം. ഇവിടെ ഓൾറെഡി നമ്മുടെ ഭാഗ്യത്തിന് 3 നമ്പറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെസിമൽ ഇട്ടാലും മതി. അതായത് 0.312 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് നോക്കുക, 2.2 / 0.11 അല്ലേ. ഇവിടെ നമ്മൾ ഡിവൈഡാണ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ ഡെസിമൽ ഇല്ല എന്ന് വിചാരിക്കുക, അപ്പോൾ 22 ആകുമല്ലോ. ഇവിടെയും ഡെസിമൽ ഇല്ല എന്ന് വിചാരിക്കുക, അപ്പോൾ 11 ആകുമല്ലോ. 22-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉറപ്പല്ലേ നമുക്ക് 2 കിട്ടുമല്ലോ. അത്രയും ക്ലിയറാണ് അല്ലേ. ഇനി നമുക്ക് നോക്കണം, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പറുണ്ട്? ഒരു നമ്പറുണ്ട് അല്ലേ. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പറുണ്ട്? 2 നമ്പറുണ്ട് അല്ലേ. അതായത് ഇവിടെ ഡെസിമലുകളുടെ വ്യത്യാസം എത്രയാണ്? ഈ തന്നിരിക്കുന്ന ഇവിടെ ഒരു നമ്പർ, ഇവിടെ 2 നമ്പർ. ഈ ഡെസിമലുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2-ൽ നിന്ന് 1 കുറയ്ക്കുകയല്ലേ. കുറച്ചാൽ നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ. ഈ വ്യത്യാസം 1 അല്ലേ. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു 0 ചേർക്കാനാണ് പോകുന്നത്. അതായത് ഇവിടെ എവിടെയാണ് ഡെസിമൽ കുറവ്? ഇവിടെയാണ് ഡെസിമൽ. ഇവിടെ ഒരു ഡെസിമലും ഇവിടെ 2 അല്ലേ. എവിടെയാണോ ഡെസിമൽ കുറവുള്ളത് അവിടെ ഈ കിട്ടിയിരിക്കുന്ന 1, അതായത് കിട്ടിയിരിക്കുന്ന ഒരു 0 നമുക്ക് ചേർക്കാം. മനസ്സിലായല്ലോ. ഇവിടെ 1 കിട്ടിയത് കൊണ്ട് നമ്മൾ ഒരു 0 ചേർത്തു. ഇവിടെ വ്യത്യാസം 2 ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ 2 0 ചേർത്ത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവരെ ഡിഫറൻസ് എടുക്കുക, അത് എത്രയാണെന്ന് നോക്കുക. ഇനി മുകളിലാണ്, ഇവിടെ നമുക്ക് മുകളിലാണ് ഡെസിമൽ കുറവ്, അതുകൊണ്ടാണ് ഇവിടെ വ്യത്യാസം 1 ആയതുകൊണ്ട് ഒരു 0 നമ്മൾ ചേർത്തത്. ഓക്കെ. അപ്പോൾ ഡെസിമൽ മുകളിൽ കുറവായതുകൊണ്ടാണ് ഒരു 0 ചേർത്തത്, അത് പഠിക്കണം. ഡെസിമൽ മുകളിൽ കൂടുതലായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അത് മനസ്സിലുണ്ടാകണം. അപ്പോൾ 20 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ?
നോക്കിയപ്പോൾ ഇങ്ങോട്ട് പോകാം. ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ ഡെസിമലൊക്കെ ഒന്ന് മാറ്റിയേക്കാം അല്ലേ. ഇവിടെ 6×4, നമുക്ക് 6×4 എന്നതിനൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, താഴത്തെ ഡെസിമൽ 0.3, 0.2 അതൊക്കെ ഡെസിമൽ തൽക്കാലം വിടാം. അപ്പോൾ നമുക്ക് നമ്പറുകൾ മാത്രം എഴുതാം. 3×2 അത്രയും ക്ലിയർ ആണല്ലോ. ഇത് ഈ 6നെയും 3നെയും കൂടെ കട്ട് ചെയ്യാലോ. 2 പ്രാവശ്യം 3 ആണോ? ഈ 4നെയും 2നെയും കൂടെ കട്ട് ചെയ്യാമല്ലോ. 2 പ്രാവശ്യം 2 അതായത് 2 × 2. ഇവിടെ 1 ഉള്ളൂ അല്ലേ. ഏത് നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1 ആയിരിക്കും. 1 അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2×2 അത് നമുക്ക് നിലവിൽ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടി. അത്രയും ഓക്കെ അല്ലേ. ഇനിയാണ് നമ്മൾ ഈ പോയിൻ്റുകളിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ ഡെസിമൽ ഉണ്ടോ? ഡെസിമൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്കൊരു 0 എഴുതാം. ഡെസിമൽ ഇല്ല, അപ്പോൾ ഒട്ടും ഡെസിമൽ ഇല്ല എന്നുള്ള നമ്മൾ 0 എഴുതി. ഇവിടെ എത്ര ഡെസിമലുണ്ട്? ഇവിടെ 1 ഡെസിമൽ, ഇവിടെ 2 ഡെസിമൽ. എത്ര ഡെസിമലുണ്ട്? 2 ഡെസിമലുണ്ട്. അത്രയും ക്ലിയർ അല്ലേ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അതായത് 2ൽ നിന്നും 0 കുറക്കുക. എത്ര കിട്ടും? 2ൽ നിന്നും 0 കുറച്ചാൽ 2. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, എവിടെയാണ് ഡെസിമൽ കുറവുള്ളത്? ഇവിടെ ഡെസിമൽ കൂടുതലാണ്, ഇവിടെ ഡെസിമൽ ഇല്ല, കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 4 കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 ഡിഫറൻസ് വന്നത് അല്ലേ. 2 വന്നത് കൊണ്ട് ഈ 4ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? 2 0 ചേർക്കും. എവിടെയാണോ ഡെസിമൽ കുറവുള്ളത് അവിടെ നമ്മൾ 0 ചേർക്കും. അപ്പോൾ 4 എഴുതി. മുകളിൽ ഡെസിമൽ കുറവാണെങ്കിൽ അത് എത്രയാണോ അത്രയും 0 നമ്മൾ ഈ ആൻസർ കഴിഞ്ഞ് എഴുതണം. അപ്പോൾ നമ്മൾ 4 ആദ്യം എഴുതിയിരുന്നു. ഇവിടെ 2 ഡെസിമലിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ 2 0 എഴുതി. നമ്മുടെ ആൻസർ 400 ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ 4ഉം 40ഉം ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് വരാം. ഇവിടെ എന്താണ്? 0.3 × 0.02 × 4. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറുകൾ മാത്രം ഒന്ന് എടുക്കുക. എത്രയാണ്? ഒരു 3 ഉണ്ട്, ഒരു 2 ഉണ്ട്. 3×2 എന്ന് പറയുന്നത് 6 ആണ്. 6×4 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ നമ്മളുടെ 24 എന്ന് എഴുതി. അത്രയും ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, ഡെസിമൽ കഴിഞ്ഞ് ഇവിടെ 1 നമ്പറുണ്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പറുണ്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഡെസിമലില്ല, അപ്പോൾ 0 അല്ലേ. അപ്പോൾ നമുക്ക് 1ഉം 2ഉം 0 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1ഉം 2ഉം 3 അല്ലേ. അതായത് 3 ഡെസിമൽ ഇവിടെ വരുന്നുണ്ട്. നോക്കുക, നമ്മുടെ ആൻസറിൽ 2 നമ്പറേ ഉള്ളൂ. 3 ഡെസിമലുണ്ട് എന്ന് പറഞ്ഞാൽ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞ് 3 നമ്പറുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇവിടെ 2 നമ്പറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു 0 വിട്ടിട്ട് ഡെസിമൽ ഇടും. അതായത് നമ്മുടെ ആൻസർ എത്രയാണ്? 0.024. അപ്പോൾ ഈ രീതിയിലുള്ള കണക്കുകൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഡെസിമലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ഷുവർ ക്വസ്റ്റ്യനാണ്. ഓക്കെ.